ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ. അപ്പം രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിക്കാണ്. എനിക്കാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്താട്ടെ, എനിക്ക് വേണം മുഖം കഴിക്ക് പല്ലേക്കാന്നൊക്കെ. ഇവിടെ ഒരുത്തനുണ്ടല്ലോ, അതിന്റെ പ്ലാൻസ് ഫുള്ള് ഇവൻ തെറ്റിച്ചു. ഇവനാണെങ്കിൽ രാവിലെ തന്നെ പുറത്തു പോയി. അവൻ അപ്പുറത്തെ അങ്കിളെ കണ്ടപ്പോഴും ആന്റിനെ കണ്ടപ്പോഴും ഇപ്പത്തെ ആധുനിക പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റിങ് ആന്റിനെ കാണുമ്പോ ഇക്കുന്നിട്ട് അവരുടെ കൂടെ പോവാ, എന്നിട്ട് ഇങ്ങോട്ട് വരില്ല. നിഷ ആന്റിയുടെ അടുത്ത് കണ്ട ഇക്കുന്നിട്ട് പോവാ. അപ്പൊ ഇവരുടെ അടുത്ത് ഇവിടെ പോവാ. ഇതാണ് നമ്മുടെ ആദുബാബിയുടെ പണി. എല്ലാവരുടെ അടുത്ത് പോവാ. അവന്റെ വീട്ടിൽ നിന്നിട്ട് ബോറടിച്ചിട്ടാന്ന് തോന്നുന്നു. പിന്നെ പുറത്ത് ഞങ്ങളിപ്പോ അങ്ങനെ പോവാറില്ല, ഞാനും അമ്മ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഇവനെ പ്ലേ സ്കൂളിലേക്ക് പോകും വരും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എപ്പോഴും അച്ഛനും അമ്മയുടെ ഒപ്പം ഞാനും ചേട്ടനൊക്കെ ആയിരിക്കുമ്പോ എപ്പോഴും ഞങ്ങള് പുറത്തു പോയിരുന്നു. അപ്പൊ ഞാൻ ഇവനെ നോക്കുമ്പോ ഇവൻ പാവം അങ്ങനെ പുറത്തൊന്നും പോലെ, പ്ലേ സ്കൂളാണ് ഇവന് ആകെ പുറത്ത് പോണത്. പിന്നെ ഞാൻ വിചാരിച്ചു ആദുബാബിയുടെ ഭയങ്കര ഇഷ്ടമാണ് ആദുബാബിക്ക് പുറത്തു പോകാൻ. അപ്പൊ ഞാൻ വെച്ചു ഇന്ന് ആദുബാബിനെ പുറത്തു കൊണ്ടുപോകാന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് സന്തോഷമില്ല, ഇവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. എനിക്കിപ്പോ അങ്ങനെയാ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇത്ര റെസ്പോൺസിബിൾ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് സാഹചര്യം എങ്ങനെയാവുമ്പോ ലൈക്ക് ഏട്ടന് അവിടെ അല്ലേ, പിന്നെ അച്ഛനും ഇല്ല. അപ്പൊ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ട് ഞാൻ ഇവരെ കൊണ്ടുപോവാ അല്ലേ. ഞാനാണ് ഇപ്പൊ എന്റെ അമ്മയുടെ പേരന്റ്സും മാധുവിന്റെ പേരന്റ്സും ഒക്കെ. അപ്പൊ അങ്ങനെ നമ്മള് പുറത്തു പോണ വിശേഷമാണ് കാട്ടി തരാൻ പോണേ. ഇനിയിപ്പോ എന്താ പറയാ, പല്ല് വെച്ചിട്ടില്ല, സത്യം പറയാലോ മുഖം കഴിക്കിട്ടില്ല. ഞാൻ അതിന് മുന്നേ വേഗം വീഡിയോ കൊടുത്തതായിരുന്നു. അവൻ പോയ ടൈമിലേക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കണ്ടില്ലേ, ഈ വക അലമ്പൊക്കെയാണ്. അപ്പൊ ടാറ്റ കൊടുക്ക. ടാറ്റ, see you. ഉമ്മ ലവ് യു. അപ്പൊ ശരി. അപ്പോൾ കുറേ വീഡിയോസ് എൻ്റെ ഇതുപോലെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് എഡിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കാനോ ടൈമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. ഇതൊക്കെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇന്നല്ല, ഞാൻ പുറത്ത് പോയിട്ടുള്ള സമയത്താണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് പല്ലും കൂടി തേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുഖത്ത് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഹാക്സോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാനാണെങ്കിൽ അതെന്നെ വെച്ചിട്ട് പുറത്ത് ഇപ്പോൾ 24 മണിക്കൂർ ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും, മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് പറയണ്ട് ഈ മേക്കപ്പ് ഞാൻ ഡെയിലി ഇട്ട് നടക്കാറൊന്നുമില്ല. ഞാൻ വൺസ് ഇപ്പോൾ എന്തെങ്കിലും ഹാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലഷോ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണുമ്പോൾ എന്തെങ്കിലും കോറി വരയ്ക്കോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ അപ്പം തന്നെ മാച്ച് കളയും. അല്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലും പോണ സമയത്ത് ഇപ്പോൾ കണ്ണെഴുതിട്ട് ഇക്കാണെങ്കിൽ അങ്ങനെ ഞാൻ മിക്ക ടൈമിൽ ഞാൻ കുറേ നേരം തോന്നുന്നു മുഖത്ത് ഇതുപോലെ വെച്ചിരിക്കാറില്ല. എനിക്ക് ഭയങ്കര അസ്വസ്ഥത കേട്ടോ. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂഷ്വലി ചെയ്യണ മേക്കപ്പ് ആട്ടോ ചെയ്യാറ്. ഇതിപ്പോൾ ഈവൻ കണ്ണെഴുതിയാൽ കൂടി തന്നെ എനിക്ക് ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകാൻ നിൽക്കുന്ന നേരത്തെ എനിക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് കുളിച്ച് വന്ന് സെറ്റായിട്ട് എടുക്കാനാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കണ്ടില്ല ഞാൻ നല്ല ക്ഷീണമായിട്ടായിരിക്കണേ, ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടായിരിക്കണേ. ഇപ്പോൾ പക്ഷേ എൻ്റെ ഹെൽത്തൊക്കെ ഫാ ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടി ഭയങ്കര ടയേർഡായിട്ടുള്ള ഫേസ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല എന്നൊക്കെ. അപ്പം ഇതെൻ്റെ മേക്കപ്പ് കിറ്റ് എൻ്റെ അമ്മ. ഈ മേക്കപ്പ് കിറ്റ് അടിപൊളിയായിട്ട് 2 കമ്പാർട്ട്മെൻറ്റ് ഉള്ളത്, ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. നമുക്കാണെങ്കിൽ എല്ലാ സംഭവങ്ങളും സ്റ്റോറേജ് ഉള്ളതാട്ടോ. സ്റ്റോറേജ് ഇങ്ങനെ ഞാൻ പറയണത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പം അമ്മോട് പറയണത് അമ്മയെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ദയവ് ചെയ്ത് ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വലിയ ഡയലോഗൊക്കെ അടിക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഫേസിലാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ കണ്ണിങ്ങനെ കുഴിയിൽ പോയ പോലെയൊക്കെ ഉള്ള ഒരു ലുക്കൊന്നൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പം അങ്ങനെയാണ്, ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഇല്ല എന്ന് പറയാനും പറ്റില്ല. ബട്ട് ഞാൻ നന്നായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്തൊക്കെയാ ആദ്യമാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അയ്യോ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ തൊട്ട് ഞാൻ പറയായിരുന്നു അമ്മ പോവാന്ന്. ഞാൻ കുറേ നാളായിട്ട് പുറത്തൊക്കെ ഇങ്ങനെ മോളിലേക്കൊക്കെ പോയിട്ട്, അവൻ യൂഷ്വലി ആണെങ്കിൽ പ്ലേ സ്കൂളിലേക്ക് പോകും, പിന്നെ ജസ്റ്റ് നമ്മളിവിടെ എവിടേക്കെങ്കിലും പോകും. പിന്നെ അവനെ കൊണ്ടുപോകാനാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. അവിടെ ഓടി നടക്കും, ഇവിടെ നിന്ന് ഓടി നടക്കും. ചിലപ്പോൾ എന്താ പറയുക
ഓടിയിട്ട് എവിടെയാണ് പോവാന്നൊന്നും അറിയില്ല. അപ്പോൾ എപ്പോഴും അവൻ്റെ കാര്യത്തിൽ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം, ഇല്ലെങ്കിൽ അവൻ എപ്പോഴാണ് ചാടിത്തുള്ളി എവിടെ എത്താന്ന് പറയാൻ പറ്റില്ലല്ലോ. ലവ്യ ആണെങ്കിൽ ഞാൻ ഈ പറയണ വോയിസൊക്കെ കേട്ട് ചിരിച്ച് നാണം കുടുങ്ങി കിടക്കാട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ലവ്യെന്ന് വിളിച്ചില്ല അവളുടെ പേര്. കുറേ നേരം എന്നെ മുഖത്ത് നോക്കണ്ടായിരുന്നു, എന്താണ് അമ്മ എന്നെ ശ്രദ്ധിക്കാത്തേന്നൊക്കെ. ലവ്യെന്ന് വിളിച്ചപ്പോൾ നല്ല സന്തോഷമാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന്. അതുവാണെങ്കിൽ ഈ ടൈമിൽ ഇപ്പോൾ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്ന നേരത്തെ അമ്മയുടെ ഒപ്പം പോയേക്കായിരിക്കും. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഈവനിങ് ടൈം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതേ യൂഷ്വലി ചെയ്യണ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ആട്ടോ ഞാൻ ചെയ്യാറ്. ഞാൻ ഭയങ്കര ഓവറായിട്ട് വലിച്ച് വരും. ഇപ്പോൾ നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്നെ പുറത്ത് കാണുമ്പോൾ ഭയങ്കര മേക്കപ്പിലൊന്നും ആയിരിക്കില്ല ഞാൻ ഉണ്ടാവും. ഞാനൊരു നോർമലായിട്ടുള്ള, എനിക്ക് ഓവർ മേക്കപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇടുന്നത് ഇഷ്ടമല്ല. നിങ്ങൾക്കറിയോന്നറിയില്ല, ഇവൻ ലിപ്സ്റ്റിക്ക് തന്നെ എനിക്ക് മുന്നേ ഇഷ്ടമായിരുന്നു, ഇങ്ങനെ എനിക്കിഷ്ടമല്ല. പിന്നെ ഒരുങ്ങി നടന്നിട്ടില്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എന്തോ വയ്യാത്ത പോലെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി, പിന്നെ അതുപോലെ തന്നെ മസ്കാര ഇട്ടു, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു, അങ്ങനെ. അല്ലാണ്ട് ഫൗണ്ടേഷനോ കൺസീലറോ ഞാൻ അങ്ങനെ, പിന്നെ വേറെ എന്തോ ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് മറയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ബേബി ക്രീം ഇട്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ഞാൻ ഓവറായിട്ട് മേക്കപ്പ് ഇടാറില്ല. എനിക്ക് കംഫർട്ടബിൾ അല്ല സത്യം പറയുകയാണെങ്കിൽ. ഞാൻ പക്ഷെ വർക്ക് ചെയ്യണ സമയത്തൊക്കെ നല്ല ലുക്കിലൊക്കെ ആയിരുന്നു പോവുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അതുപോലെ ഇടണവർ ഞാൻ കുറ്റവും പറയാറില്ല, അതൊക്കെ അവരോട് ഇഷ്ടമാണ്. പക്ഷെ എനിക്കിഷ്ടമില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ എപ്പോൾ നമ്മൾ മസ്കാര ഇട്ടാലും ഈ ഒരു പോസ് എനിക്കറിയില്ല എന്താന്ന്, എപ്പോൾ മസ്കാര ഇട്ടാലും ഇതുപോലെ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ഫേസിൽ അങ്ങനെ കാര്യമായിട്ട് പിമ്പിൾസ് ഒന്നുമില്ല, പക്ഷേ ചിന്നേരിയയിൽ പിമ്പിൾസ് ഉണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിന്ന ആ ഭാഗത്ത് മാത്രം. അതിനി ഗൂഗിളിൽ സെർച്ച് ചെയ്യണമൊക്കെ. ബാക്കിയുള്ളിടത്തൊന്നും പിമ്പിൾസ് ഇല്ല. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുള്ളതാണ്, കണ്ണി കണ്ടത് വാരി തേച്ചിട്ടാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കണ്ണി കണ്ടത് ആരെങ്കിലും താടിക്ക് മാത്രം വാരി തേച്ചിട്ട് പിമ്പിൾസ് വരും? പിമ്പിൾസ് വരണത് ഞാൻ ആ കണ്ണി കണ്ടെടുത്ത് വാരി തേക്കുകയാണെങ്കിൽ കൂടി അത് ചിന്നും, അല്ല മീൻസ് അത് ചീക്കുമയാണ്, കവിളുമയായിരിക്കും, പിന്നെ നെറ്റിയുമയായിരിക്കും, പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ചിന്നുമ്പോൾ ഞാൻ കണ്ണി കണ്ട ഒരു സംഭവങ്ങളും വാരി തേക്കാറില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റോങ് ആയിട്ടുള്ളൊരു അസംഷൻസ് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ ആ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വരാറുണ്ട് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കുട്ടിയായിട്ടുള്ള മേക്കപ്പ്. പിന്നെ വേറൊരു വെറൈറ്റി നിങ്ങൾക്ക് ചിരി വരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് പോയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ നൈസായിട്ട് ചേഞ്ച് ആയിട്ടാവുന്നൊക്കെ പോണേന്നൊക്കെ. എന്താ ചെയ്യാല്ലേ, എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഓർമ്മയില്ല എന്തുകൊണ്ടോ ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടോ. പിന്നെ ആ ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാട്ടോ. എനിക്ക് ബർത്ത്ഡേക്ക് മുന്നേ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ആ ഡ്രസ്സ്. അപ്പോൾ ഞാനാണെങ്കിൽ അത് അധികം ഇടാറില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ഈ ആദ്യം ഇട്ടേക്കണെങ്കിൽ വൈറ്റും ഏട്ടൻ മേടിച്ച് കൊടുത്താട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ മാച്ചിങ് ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുമാണെങ്കിൽ ഇതേ മാച്ചിങ് ആയിട്ടുള്ള വൈറ്റ് ഇട്ടിട്ട് ബേബിച്ചും വൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബേബിച്ചിക്ക് കുറേ വൈറ്റ് ഡ്രസ്സ് ഉണ്ട്, ഞങ്ങൾക്കാണ് കൂടുതൽ വൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ അഷ്ടേജ് നല്ല ഫ്ലോറൽ പ്രിൻ്റുള്ള നല്ല പിങ്കി ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നീമയാണെങ്കിൽ നമ്മുടെ വിയാരൂനെ നല്ല ക്യൂട്ടായിട്ടോ നമ്മുടെ നീമ വിയാരൂനെ മേക്കപ്പ് ചെയ്തിട്ട് വിടാറ്. അഷ്ടേജ് മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നീമ പക്ഷേ കുറേ ഡ്രസ്സുകളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളത് സെലക്ട് ചെയ്ത് അവൾ ഇട്ട് കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയും ലവ്വി വലുതാവട്ടെ എന്നിട്ട് വേണം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ക്യൂട്ട് ഡ്രസ്സസൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യമാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡാണ്. നീ ആരൊക്കെയോ ബാക്കിൽ വരുന്നുണ്ട്, അഷ്ടേച്ചീനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, അപ്പോൾ എത്തി നോക്കുകയാണ് എന്താണ് സംഭവം, എങ്ങോട്ടാണ് ആദ്യം കൊണ്ട് പോകുന്നത് എല്ലാവരും കൂടിയിട്ട് നോക്കി കേട്ടോ. ബട്ട് അവിടെ വണ്ടിയിലിരിക്കുമ്പോൾ വലിയ അലമ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് വൺസ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ആദുബാബിയുടെ വേഷം കെട്ടുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മോ നമുക്കാണെങ്കിൽ ഭയാണ്ടായി പോട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയിട്ടോ. പിന്നെ അതുമാണെങ്കിൽ ഞാനിപ്പോൾ അതിനിരുത്താൻ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഹൗസ് പിന്നെ അതുപോലെ ബൈക്ക് കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തും.
അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അവൻ്റെ കോൺസെൻട്രേഷൻ അതിൽ പോവുകയും ചെയ്യും. അവൻ കാര്യമായിട്ട് അലമ്പൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഞാൻ എപ്പോൾ പുറത്ത് പോകുകയാണെങ്കിലും അവനും കൂടി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കൂട്ടോ. എനിക്ക് ഡൗട്ടായിരുന്നു അവൻ സീറ്റ് ബെൽറ്റ് ഇടാൻ സമ്മതിക്കുമോ കാര്യങ്ങൾ. ബട്ട് ഞാൻ എപ്പോഴും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെക്യൂർഡായിട്ടാണ് അവൻ ഇരുത്താറ്. അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ടിങ് പോലെ പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെ പോകുമെന്ന് ചോദിച്ചപ്പോൾ അഷ്ടേച്ച് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈലൈറ്റ് മോളിലേക്ക് പോകാമെന്ന്. ഹൈലൈറ്റ് മോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് തൃശ്ശൂരല്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര എളുപ്പമാട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കൊളാബ് ഉണ്ടായിരുന്നു എനിക്ക് ഹൈലൈറ്റ് മോളിൽ ടോണി ആൻഡ് ഗൈൽ ഹെയർ കളറിൻ്റെ. അന്ന് ഞാനും നിഷാൻറ്റും ആദ്യം അമ്മയും കൂടിയിട്ട് പോയിട്ട് എൻ്റെ അമ്മ വഴിമേരേക്ക് അറിയാണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് വേറെ ഏതോ വഴിക്കൊക്കെ പോയിട്ട് കുറേ ടൈം എടുത്തിട്ടാട്ടോ അവിടെ എത്തിയ. ബട്ട് അഷ്ടേച്ചിയുടെ കൂടെ ഉള്ളതുകൊണ്ട് അഷ്ടേച്ചി ആണെങ്കിൽ നൈസായിട്ട് ഇതൊക്കെ പറഞ്ഞെന്ന്. പിന്നെ കുറുക്കഞ്ചേരിയിൽ നിന്ന് അവിടേക്ക് കട്ട് ചെയ്ത് പോകാൻ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. ഞങ്ങളന്ന് അരമണിക്കൂർ പോയത് 10 മിനിറ്റോട് കൂടിയിട്ടാണ് എത്തിയത്. ഭയങ്കര കൂളായിട്ട് അവിടെ എത്തി. അവിടെ എത്തിയിട്ടാണെങ്കിൽ എന്താ പറയുക, ഹൈലൈറ്റ് മോള് നല്ല മോളാട്ടോ. നമുക്ക് സത്യം പറയുകയാണെങ്കിൽ നല്ല ഒരു ദുബായിലുള്ള മോളൊക്കെ പോലുള്ളൊരു ലുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ശോഭ മോള് നല്ലതാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നല്ല ദൂരമുണ്ട് ശോഭയ്ക്ക്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പ്രിഫർ ചെയ്യണേക്കാട്ടും കൂടുതൽ നല്ലത് ഇവിടെ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഫോണോ നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം. ബേബിച്ച് ഞങ്ങളെല്ലാവരും ബേബിച്ചാണെങ്കിൽ കണ്ണു തെറ്റിയ വിയാരുവിൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഞാനും അഷ്ടേച്ചും വിയും അതൊക്കെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയതിന് ശേഷമാണ് ഞങ്ങൾ ഇതുപോലൊരു മീറ്റപ്പിനൊക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞങ്ങളൊക്കെ എന്താ പറയുക, ഞങ്ങൾക്ക് പിള്ളേരായിട്ടാണ് ഞങ്ങൾക്ക് മീറ്റപ്പ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയെന്നൊക്കെ. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും കാണാൻ വരുമ്പോഴൊക്കെ ഞാൻ കല്യാണത്തിന് മുന്നേയും അതോ കോളേജിലുള്ള ടൈമിലൊന്നും എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വൺസ് ഐ ഗെറ്റ് മാരീഡ് ആൻഡ് ഹാഡ് കിഡ്സ്, ആ ടൈമിലാണ് എനിക്ക് മീറ്റപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. അതായത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, പിള്ളേർക്ക് ഉണ്ടാകാട്ട് മുന്നേ ഉള്ളൊരു മീറ്റപ്പിൻ്റെ ഒരു നമ്മൾ യൂഷ്വലി എന്താ വിചാരിക്കുക ഭയങ്കര ഇതാവും. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എനിക്ക് പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അവർക്കാണ് പണിയെന്നൊക്കെ. അവരെന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേരൊക്കെ നീ പിടിച്ച് ഒരാളെ കൊടുക്കും, ഒരാൾ കൊടുക്കും. ഞാൻ എന്നിട്ട് ചില്ല് ചെയ്തിട്ട് ഞാൻ ഭയങ്കര സംസാരിച്ചിരിക്കും. എനിക്ക് പിന്നെ ശ്രദ്ധിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരാണെങ്കിൽ കൊഞ്ചിക്കും, ഇരുന്ന് കുറേ നേരം ഇരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക നല്ലൊരു എനിക്ക് എൻ്റെ കാര്യങ്ങളും പറയുകയും ചെയ്യാം, ഇവരാണെങ്കിൽ പിള്ളേരെ നോക്കിയിരിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ചിലവർക്ക് അറിയില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ കൂടിയും ആദ്യമൊന്നും എനിക്ക് ബാക്കിയുള്ള പിള്ളേരൊന്നും എനിക്ക് കൊഞ്ചിക്കാനൊന്നും അറിയില്ല. ഇത് സത്യം പറയുകയാണെങ്കിൽ അവരാണ് അച്ഛനമ്മ എന്നൊക്കെ കേട്ടോ. അല്ല അച്ഛനമ്മ എന്നല്ല, സോറി, അവരാണ് എൻ്റെ പിള്ളേരെ അമ്മ എന്നൊക്കെ തോന്നുന്നത്. അതുപോലെ കെയർ ചെയ്യും കേട്ടോ അവർ നല്ല നന്നായിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ട് നമ്മുടെ ബീഫും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട് ശിശിരും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതും അവരെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അവിടെ തുള്ളി നടക്കായിരുന്നു. ഞാൻ പറയാൻ നോക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആണെങ്കിൽ ബീഫൊക്കെ ആണെങ്കിലും ശിശിരാണെങ്കിലും ആദൂന മടിയിലൊക്കെ പിടിച്ചിരുന്ന് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അവർക്കൊക്കെ എന്താ പറയുക അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. അങ്ങനെ നോക്കും പിള്ളേരെ, ഭയങ്കര ഇതാണ്. ഇപ്പോൾ ബീഫും ആണെങ്കിൽ കൂടി എപ്പോഴെങ്കിലുമൊക്കെ ഇതാകുമ്പോൾ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടിയും എന്താ പറയുക അവരുടെ കുട്ടിയുടെ പോലെ കേട്ടോ നോക്കാറ്. അതുകൊണ്ട് എനിക്ക് ബ്ലെസ്ഡാണ് ആ കാര്യങ്ങൾക്കൊന്നും. എനിക്ക് അങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആയതുകൊണ്ട് ആവശ്യമില്ലാന്ന്. ഇതിപ്പോൾ ഞാനിങ്ങോട്ട് പോയപ്പോഴാണ് ആദുബാബിക്കാണെങ്കിൽ വിയാരുവിൻ്റെ കൈ പിടിച്ച് നടക്കലും കാര്യങ്ങളും. ഇപ്പോഴത്തെ അവൻ്റെ ഹോബി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ ഇത്തിരി മൂത്തവരുണ്ടെങ്കിൽ അവരെ പിടിച്ചതുപോലെ എക്സ്പ്ലോർ ഇങ്ങനെ പിടിച്ച് നടക്കണം. ഇല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. അവരെ കൈ പിടിച്ച് നടക്കലും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോവാം, പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ മാറുമല്ലോ. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് വിചാരിച്ചു നമുക്ക് ഞാൻ ഹൈലൈറ്റ് മോളിൽ ഇന്നേ വരെ ഡ്രസ്സ് ഷോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ആകെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഹൈലൈറ്റ് മോളിലേക്ക് ഞാൻ വേറൊരു ദിവസം എപ്പോഴും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ എന്തോ നൈക്കയിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. പക്ഷേ ഞാൻ ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല, കാരണം ഓൾറെഡി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ടായിരുന്നു ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റോറിൽ അപ്പോഴാണ് എന്നെ സബ്സ്ക്രൈബർ ചേച്ചിയും അവരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നേ ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് അമ്മയാണെങ്കിൽ ലാദുവിനും വിയേനും കൂടിയിട്ട് ആ ബസ്സിലൊക്കെ കയറിയിട്ട് അമ്മ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് ചോദിച്ചു. പിന്നെ വിയൂന് എന്തോ ഒരു ഫ്രോക്കും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രോക്കോ ഷൂവോ എന്തോ. അപ്പോൾ അവിടെ ഞങ്ങൾ ജസ്റ്റ് നോക്കിയപ്പോഴാണെങ്കിൽ നല്ല നല്ല ഡ്രസ്സസൊക്കെ കണ്ടുപിട്ടു. ഞാൻ എനിക്ക് പേരൊന്നും അറിയില്ല ഏത് ഷോപ്പിൽ ഞാൻ കയറിയെന്ന്. കാരണം ഞാൻ കുറേ നാളായി എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളും എനിക്ക് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പുറത്തേക്ക് കാര്യമായിട്ട് പോവാറുമില്ല. ഏതുനേരം വീട്ടിൽ തന്നെ. പിന്നെ എന്തെങ്കിലും കൊളാബ് വർക്ക്സോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോവും. പിന്നെ അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വല്ല റിലേറ്റീവ്സിൻ്റെ അടുത്തോ. അല്ലാണ്ട് ഞാൻ അങ്ങനെ അധികം ഡ്രസ്സോ കാര്യങ്ങളൊന്നും സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം ഞാൻ എടുത്തിട്ടില്ല. കാരണം എനിക്ക് ആവശ്യത്തിലധികം ഡ്രസ്സ് കൊളാബായിട്ടേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് എടുക്കാനുള്ള യാതൊരുവിധ പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ പോണ സമയത്ത്. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാൻ ആ ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ ചേച്ചിക്കാണെങ്കിൽ എൻ്റെ ചങ്കായിട്ടുള്ള എല്ലാവർക്കും അറിയാം കിവളൈനോടുള്ള എൻ്റെ ഒബ്സഷൻ. കിവളൈ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കതിനോട് ഭയങ്കര വിശ്വാസമുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ നല്ലൊരു എന്തെങ്കിലും കാര്യമായിട്ടും ഇപ്പം എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഇവളൈ കർമ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. അതൊക്കെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഇതായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കയറിയപ്പോൾ ആണെങ്കിൽ ഞാനും അഷ്ടേച്ചും ആണെങ്കിൽ ട്രയൽ മീൻസ് ഡ്രസ്സൊക്കെ ഇതാക്കി അപ്പോൾ ഒരെണ്ണം മേടിക്കാൻ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഞാനിടുന്ന ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഷ്ടേച്ചി നോക്ക്, എന്തായാലും നമ്മൾ വന്നതല്ലേ, എപ്പോഴും ഇതുപോലെ കൂടാനൊന്നും പറ്റില്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ കൂടുന്നേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലത്തെ ഒന്നും എടുത്തില്ല. പിന്നെ എന്തേ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഞാനാണെങ്കിൽ എന്താ ലോഡഡ് ചിക്കൻ ഫ്രൈസ് ആട്ടോ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല യമ്മി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതെന്താ ഷേക്കും കാര്യങ്ങളും അതൊക്കെ. പിന്നെ അഷ്ടേച്ചാണെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ അങ്ങനെ കുറേ വെറൈറ്റീസ് എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സബ്സ്ക്രൈബർ പിള്ളേഴ്സായിട്ട് എന്നെ കണ്ടപ്പോൾ ഞാൻ വാഷ്റൂമിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ടാവും ഞാൻ ചെയ്ത് വീഡിയോ. അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ വല്ല പൊട്ടിനോ അല്ല ചേച്ചി ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവരെ കണ്ടപ്പോൾ ഓടി വന്നത് കണ്ടപ്പോൾ കേട്ടോ. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു, സംസാരിച്ചു. പിന്നെ അത് ആദുബാബി അവിടെ കുറുമ്പും കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആദുബാബി അവിടെ ഇതാക്കലും പിന്നെ ബേബിച്ചാണെങ്കിൽ ആ സമയത്ത് ബേബിച്ച് കൈയിടാൻ പോലും ഫുഡ് കണ്ടിട്ട് അങ്ങനെ എനിക്ക് സമാധാനപരമായിട്ട് ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഐ മാനേജ് ടു ഹാവ് സം ഫുഡ് എന്നൊക്കെ. പിന്നെ അതേ മാക്സ് പിന്നെ വേറെ ഇതൊക്കെയോ ഇതായി. മറ്റോടത്തെ ചില ഡ്രസ്സുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ എന്താ പറയുക ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ഡ്രസ്സ് മേടിക്കും. അല്ലാണ്ട് പേരിനൊരു ഡ്രസ്സ് എടുത്തു എന്ന് വേണ്ടി ഞാൻ അങ്ങനെ വരാറില്ല. ഞാൻ നോക്കും. പിന്നെ ഒരു സ്കേർട്ടും ടോപ്പും കണ്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതാണോ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ ഞാൻ ഏത് ഡ്രസ്സാവും എടുത്തിട്ടുണ്ടാവുമെന്ന്. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കി. ആ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ എന്താണെങ്കിലും കൂടി ഇപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും എന്താണെങ്കിലും എനിക്കത് ആവശ്യമുണ്ടോ ഞാൻ നോക്കിയിട്ടാണ്. ഇത് ഇട്ടാൽ ഞാൻ ഇട്ട് നടക്കുമോ അല്ലെങ്കിൽ ഭംഗിയുണ്ടോ അല്ലെങ്കിൽ വെറുതെ. മുന്നൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ അച്ഛനമ്മയുടെ ഒപ്പം പോകണമെങ്കിൽ ആൻ്റെ ഒപ്പം പോകണമെങ്കിലും ആൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഞാൻ അങ്ങനെ ആവശ്യപ്പെടാറില്ല കേട്ടോ. എനിക്ക് അത് വേണം ഇത് വേണമില്ല. എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. ഞാൻ ഇപ്പോൾ വേണ്ടെങ്കിലും ഞാൻ 2-3 ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ പോയിരുന്നു കാര്യമായിട്ടോ. ബട്ട് ഇപ്പം എനിക്ക് അങ്ങനെയല്ല. ഇപ്പം എനിക്ക് പിള്ളേരുണ്ടായതിനു ശേഷം ഞാനിപ്പോൾ അവർക്കാണ് കൂടുതൽ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം കേട്ടോ. കണ്ട് എന്തൊക്കെയോ ടോയ്സ് ഞാൻ തന്നെ മേടിച്ച് കൊടുക്കുക. അവർക്ക് വല്ല ഉപയോഗം ഇല്ലെങ്കിലും എനിക്ക് അതൊക്കെയാണ് ഒരു സന്തോഷം. എൻ്റെ കാര്യത്തിലേക്കാട്ടും കൂടുതൽ ഞാനിപ്പോൾ അവരുടെ കാര്യത്തിലാണ് ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടാറ്. അങ്ങനെ അപ്പോൾ ഇത് എന്തോ ഒരു കുട്ടി ഒരു മിനി ഡ്രീം കേക്ക് കേട്ടോ. നല്ല ഓഫറിന് നല്ല യമ്മി ആയിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്ത് പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു.